ശ്രീജ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ശ്രീജ ചേച്ചിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിയുടെ മകനും ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർക്ക് കാണിച്ച് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ അതിന് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. താൻ പാതി ദൈവം പാതി എന്ന് എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക, ഒപ്പം ഭഗവാനെയും പ്രാർത്ഥിക്കുക എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്ത് പ്രാർത്ഥനയാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് ഈ അസുഖങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട്, നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാനായിട്ട് എന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാം, രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനകൾ. അതിലൊന്ന് ജ്വരസ്തുതി. അതായത് ബാണയുദ്ധം കഥ പറയുന്ന സമയത്തൊക്കെ ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് വിഷ്ണു ജ്വരത്താൽ പീഡിതനായിട്ടുള്ള ശിവജ്വരം വൈഷ്ണവ ജ്വരത്തിനെ പ്രാർത്ഥിക്കുന്ന, സ്തുതിക്കുന്ന ഒരു 4 സ്തുതികളാണത്, 4 ശ്ലോകങ്ങളാണത്. അപ്പോൾ അത് ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ പനി പോലുള്ള അസുഖങ്ങളൊക്കെ വരില്ലേ, അതൊന്നും വരാതിരിക്കാനായിട്ട് ചെറിയ കുട്ടികളെയൊക്കെ തൊട്ടിട്ട് ജ്വരസ്തുതിയൊക്കെ അമ്മമാർ ചൊല്ലാറുണ്ട് കേട്ടോ. അപ്പോൾ പനിയൊന്നും വരില്ല എന്നാണ് പറയുക. ഇതിപ്പോൾ പനിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് തരത്തിലുള്ള അസുഖങ്ങളാണെങ്കിലും അത് വരാതിരിക്കാനായിട്ട്, പിന്നെ മനുഷ്യരാണ്, അസുഖങ്ങൾ വയ്യായികളൊക്കെ വരും, പക്ഷെ അതിൻ്റെയൊക്കെ കാഠിന്യം കുറയാനൊക്കെ ആയിട്ട് ജ്വരസ്തുതിയൊക്കെ ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്നവരുണ്ടായിരിക്കും, അഡ്മിറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ചിലപ്പോൾ അപകടങ്ങൾ സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഡോക്ടർമാർ പറയും പനിയൊന്നും വരാതെ നോക്കണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നോക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിൽ ആ രോഗികളെ, അതായത് അസുഖം ബാധിച്ചവരെ തൊട്ടിട്ട് ഈ ഒരു ജ്വരസ്തുതി ചൊല്ലുന്നതൊക്കെ വളരെ നല്ലതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കില്ല. അതാണ് വിശ്വാസം. അത്രയും വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കാര്യം, ആ അസുഖങ്ങൾ വരാതെ നോക്കും, ഭഗവാൻ വരാതെ നമ്മളെ സംരക്ഷിക്കും, അങ്ങനെയാണ് പറയുക. അപ്പോൾ ഒന്ന് ജ്വരസ്തുതിയാണ് കേട്ടോ. അത് നിത്യേന ചൊല്ലി നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലതാണെന്നാണ് പറയുക. പിന്നെ ഒന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അസ്മിൻ പരാത്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശ്ലോകം. നാരായണീയത്തിലെ 8ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. അത് എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. കഴിഞ്ഞ വൈശാഖത്തിലെ ഒരു ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി വൈശാഖ ദിവസം മുഴുവനായിട്ട് അസ്മിൻ പരാത്മൻ മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ എന്ന്. അത് ആ ശ്ലോകത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് പറയണത്. അപ്പോൾ ഈ ജ്വരസ്തുതിയും അതേപോലെ തന്നെ അസ്മിൻ പരാത്മൻ എന്ന് പറയുന്ന ശ്ലോകവും എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലി നമസ്കരിച്ചോളൂ. എല്ലാ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഭഗവാൻ മാറ്റിത്തരും.